അപ്പൊ ഗൈസ് കുട്ടമ്മോന്റെ സൽക്കാരാണ് ഇന്ന്. എവിടെയെന്നല്ലേ, കുട്ടമ്മോന്റെ വലിയ പെങ്ങളെ വീട്ടിലാണ് സൽക്കാരം. നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ്, ഒരു സ്റ്റോപ്പ് വ്യത്യാസമുള്ളൂ. അപ്പൊ സംഗുനും ക്ഷണം ഉണ്ടായിരുന്നു. വെയിൽ കാരണം ഞാൻ പോയിട്ടില്ല. മാത്രമല്ല ഇന്നലെ വിഷു അല്ലായിരുന്നു, വിഷുവിന്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. അപ്പൊ ഇപ്പോഴാണ് പോണത്. സമയം 4 മണി ആയിട്ടുണ്ട്. ജാസനെ വിളിച്ചപ്പോൾ ഭയങ്കര പൊന്തല്, ഞാൻ ലജ്ജാണ്ട് പോയിക്കോന്ന്. ഇപ്പോൾ ബിരിയാണി ഒന്നും മടപ്പാനി തലക്കി നല്ലോണം പിടിച്ചെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കുട്ടമ്മോനൊക്കെ കാണാം. ഞാനൊന്ന് പോട്ടെ കേട്ടോ. ഇപ്പൊ വരാം. പോയിട്ട് വിശേഷങ്ങൾ ഞാൻ ഇങ്ങനെ പതിയെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനിതാ കോഴിക്കോട്ടൂര് കുട്ടമ്മോന്റെ പെങ്ങളെ വീട്ടിലെത്തിട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നു കരുതിയിട്ട് തന്നെ എന്നെ കണ്ടപ്പം വേഗം ഓടി എല്ലാരും അകത്തേക്കിട്ടോ. അകത്തൊക്കെ കുത്തുന്നാണ്ട് സംഘോ കേറിക്കോ എന്നൊക്കെ പറയുന്നുട്ടോ. എന്തോ ഒരു മടിയാണ് അറിയില്ലേ വീഡിയോയിൽ കുടുങ്ങാൻ എല്ലാത്തിനും. പിന്നെ ഇതാക്കണേക്ക് വേഗം വെള്ളം കൊണ്ടുവന്നിട്ടോ. എന്തോ ഒരു തരം ജ്യൂസ് ആയിരുന്നു കേട്ടോ. നമ്മളെ നന്ദുട്ടി സംഘുവിന്റെ മരുവള്. പിന്നെ എല്ലാരും ഫുഡ് കഴിച്ചോണ്ട് തന്നെ സംഘു ഒറ്റയ്ക്കായി. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നു, അൽഫാം ഉണ്ടായിരുന്നു. ഒരു നീണ്ട നേരെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അൽഫാമിലൊക്കെയാണ് ഞാനൊരു കഷ്ണം എടുക്കാണ്. ഇതൊക്കെ തിന്നണമെന്നാണ് കേട്ടോ പ്രിൻസുവിന്റെ പൊതി. നമ്മളെ പള്ളയിൽ കൊള്ളണതല്ലേ ഞമ്മക്ക് തിന്നാൻ പറ്റുള്ളൂ. പിന്നെ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാരും ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ട് നേരെ പോയത് തറവാട്ടിക്കാണ് കേട്ടോ. തറവാട്ടിക്ക് 1.5 മൈൽ ദൂരമൊന്നുമില്ല, നേരെ മുകളിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ സ്വീകരിക്കാൻ എന്താ ചേച്ചിമാരോട് എല്ലാവരുടെ കാത്തുത്തിരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞിരുന്നു ചായ അടിക്കാൻ അങ്ങോട്ട് പോരുകൊണ്ടോന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾക്ക് ചായയൊക്കെ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പഴംപൊരി ഉണ്ടായിരുന്നു, പിന്നെന്താ മധുരമുള്ള എന്തൊരു കടി ഉണ്ടായിരുന്നു, ബേക്കറികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ തന്നെ അവിടുത്തെ അമ്മയും ചേച്ചിമാരും കൂടി ഒരുക്കിയിരുന്നു കേട്ടോ. പിന്നെ വിശേഷങ്ങളായി, സംഭവന്റെ വിശേഷങ്ങൾ ചോദിക്കൽ തുടങ്ങി, ഫ്രണ്ട്സിന്റെ വിശേഷങ്ങൾ ചോദിക്കൽ തുടങ്ങി. അങ്ങനെ നമ്മളെ തക്കാരക്കാർക്ക് പോവാനായിട്ട് തക്കാരക്കാരത്തിനോട് ഞാൻ പറഞ്ഞു എന്റെ ചുരിദാർ എന്ത് രസം നന്ദനെ എന്ന് പറഞ്ഞപ്പോൾ ഓള് പിന്നെ നിലത്തൊന്നായില്ല. ഓളൊരു പൊന്തൽ എത്രയെന്ന് അറിയില്ലേ. അപ്പോഴാണ് നമ്മളെ സഞ്ജുവിന്റെ കടന്നു വരവ്. സഞ്ജുവിന്റെ മുടി കണ്ടപ്പോ സഞ്ജുനോടും പറഞ്ഞു, സഞ്ജു എന്റെ മുടിന്റെ ഒരു ചൊർക്ക് പറഞ്ഞപ്പോൾക്ക് ഓൾ അതിലേറെ പൊന്തം വിട് അവിടെ കുത്തിരുന്നുണ്ട്. പിന്നെ ഇവർക്ക് അങ്ങോട്ട് പോയിട്ട് മതിയാവണില്ല കേട്ടോ. അവിടെ ഇങ്ങനെ ഷോർട്ട് ഇട്ട് രണ്ടാളും ഇങ്ങനെ കുത്തിരിക്കാണ്. ഞങ്ങനെ നോക്കണേ കൂടെ നമ്മളെ നന്ദുട്ടി. എന്തായാലും വീഡിയോ എത്ര വരുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ടാറ്റാ ബൈ ബൈ സീ യു. എന്നിട്ട് നമ്മളെ മരുവനും കൂടി കണ്ടോളി.